മുസ്ലിം ബ്രദർഹുഡിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈജിപ്ത്, ജോർദാൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മുസ്ലിം ബ്രദർഹുഡ് ഘടകങ്ങളെ വിദേശ തീവ്രവാദ സംഘടനകളായി അല്ലെങ്കിൽ പ്രത്യേകം നിർണയിക്കപ്പെട്ട ആഗോള തീവ്രവാദികളായി പ്രഖ്യാപിക്കണോ എന്നത് സംബന്ധിച്ച സംയുക്ത റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ നൽകുവാനാണ് സ്റ്റേറ്റ് സെക്രട്ടറിയോടും ട്രഷറി സെക്രട്ടറിയോടും ഉത്തരവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈജിപ്തിലെയും ലെബനനിലെയും മുസ്ലിം ബ്രദർഹുഡ് ഘടകങ്ങൾ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കുകയും ചെയ്തുവെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു. ഉപരോധം ആവശ്യമാണെന്ന് കണ്ടെത്തിയാൽ അത് നടപ്പിലാക്കുവാൻ US ഉദ്യോഗസ്ഥർക്ക് 45 ദിവസത്തെ സമയം നൽകും. ട്രംപിന് എപ്പോൾ വേണമെങ്കിലും ഉത്തരവിടാവുന്ന ഈ പ്രഖ്യാപനം മുസ്ലിം ബ്രദർഹുഡിന് പിന്തുണ നൽകുന്നത് നിയമവിരുദ്ധമാക്കും. ഇത് സാമ്പത്തിക ഉപരോധങ്ങൾക്കും അംഗങ്ങൾക്ക് US-ൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നതിനും കാരണമാകും. പാലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്കിലും മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ടായിട്ടും US-ന്റെ അടുത്ത സഖ്യകക്ഷികളായ ഖത്തറിനെയും തുർക്കിയെയും ഈ ഉത്തരവിൽ പരാമർശിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. കഴിഞ്ഞയാഴ്ച ടെക്സസ് ഗവർണർ മുസ്ലിം ബ്രദർഹുഡിനെ വിദേശ ഭീകര സംഘടനയായും അതിർത്തി കടന്നുള്ള ക്രിമിനൽ സംഘടനയായും പ്രഖ്യാപിച്ചിരുന്നു. ഏകദേശം 100 വർഷം മുൻപ് ഈജിപ്തിലാണ് ബ്രദർഹുഡ് സ്ഥാപിതമായത്. ലോകമെമ്പാടും ഇതിന് പ്രാദേശിക ശാഖകളുണ്ട്. ഓരോ ഘടകത്തിനും പ്രത്യയശാസ്ത്രത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇസ്ലാമിക നിയമമനുസരിച്ച് ഭരിക്കുന്ന ഒരു രാഷ്ട്രം സ്ഥാപിക്കുക, വ്യക്തിഗത തലത്തിലും കുടുംബതലത്തിലും സമൂഹത്തിലും ഇസ്ലാമിക മൂല്യങ്ങൾ വളർത്തുക, പാശ്ചാത്യവൽക്കരണത്തെ ചെറുക്കുക, ലോകം ഒന്നടങ്കം ഖുറാന്റെ അധ്യാപനങ്ങളിൽ വിശ്വസിക്കുകയും ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് മുസ്ലിം ബ്രദർഹുഡിനുള്ളത്.